അയ്യപ്പ സംഗമത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തുന്നത് ഖേദകരം എന്ന് ഒരു വിവരം വരുന്നു. അത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ 20 പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ വേദനാജനകവും സത്യവിരുദ്ധവുമാണ്, തികച്ചും അവാസ്തവമായ പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ആ വാർത്താക്കുറിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ചെലവ് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ ഒന്നാകെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തള്ളുകയാണ്. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത എങ്ങനെ പ്രചരിച്ചു എന്നത് അതിശയകരമാണ് എന്ന് പറയുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം അംഗീകരിക്കാവുന്ന ചെലവുകൾ സംബന്ധിച്ച് നവംബർ 4 ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരു എസ്റ്റിമേറ്റ് തുക സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നു. അതിലെ പാർട്ട് കെ എന്ന തലക്കെട്ടിൽ ഫർണിച്ചർ ആൻഡ് മിസ്ലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി 3,83,439 രൂപ വകയിരുത്തിയതാണ്. ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനവും ദേവസ്വത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് ഓരോ ഭാഗങ്ങളിലുമുള്ള വിശദീകരണം, നന്ദഗോവിന്ദം ഭജൻസിന്റെ കാര്യത്തിലുള്ള വിശദീകരണം, ഇങ്ങനെ ഓരോ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെല്ലാമുള്ള വിശദീകരണം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് ഈ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം, അതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അല്പസമയത്തിനകം ഷഫീദ് ഉണ്ടാകും. ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ഏതായാലും ആ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം ഇത്രയുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്. അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് പറഞ്ഞ് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്കൊക്കെ മറുപടിയും വിശദീകരണവും നൽകിക്കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ്, ഒരു സുദീർഘമായ വാർത്താക്കുറിപ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത വിവരങ്ങൾ കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അവാസ്തവമെന്നും കള്ളപ്രചരണമെന്നും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ വാർത്താക്കുറിപ്പിലൂടെ? ജി കെ, ഈ ആഗോള അയ്യപ്പ സംഘം നിലവിൽ ഇപ്പോൾ വിവാദത്തിലാണ്. പ്രത്യേകിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ 20 പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ വേദനാജനകവും സത്യവിരുദ്ധവുമാണ്, തികച്ചും അവാസ്തവമായ ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. അതിൽ ഗസ്റ്റ് ഹൌസ് നവീകരണത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്നൊരു പരാമർശവുമില്ല. അങ്ങനെ ഒരു വാർത്ത എങ്ങനെ പ്രചരിച്ചു എന്നത് അതിശയകരമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, അതിൽ കൂട്ടിച്ചേർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്രമന്ത്രിമാരും ഉന്നത നീതിപീഠങ്ങളിലെ ന്യായാധിപനും ഉൾപ്പെടെ എത്തുന്ന പമ്പയിലെ ഗസ്റ്റ് ഹൌസ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിക്കായി പ്രത്യേകം കട്ടിൽ വാങ്ങുന്ന തരത്തിൽ ദുഷ്പ്രചരണം നടത്തുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ് എന്നുള്ളതാണ്. അതിൽ പറയുന്നുണ്ട്, ഈ ഒരു പ്രത്യേക ഇതിൽ പറയുന്നുണ്ട്, പരിപാടി കഴിഞ്ഞതിന് ശേഷം അംഗീകരിക്കാവുന്ന ചെലവുകൾ സംബന്ധിച്ച് 4/11/2025 ദേവസ്വം കമ്മീഷണർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായി ഒരു എസ്റ്റിമേറ്റ് തുക സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നു. അതിലെ പാർട്ട് കെ തലക്കെട്ടിൽ ഫർണിച്ചർ ആൻഡ് മിസലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി 3,83,439 രൂപ വകയിരുത്തി. അത് ഏതെങ്കിലും തരത്തിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള നവീകരണത്തിന്റെ ഭാഗമായിട്ടല്ല, പകരം അത് ഈ ജനറൽ മെയിൻ്റെനൻസ് എന്നതിന്റെ ഭാഗമായിട്ടാണ് നടത്തിയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന് നിർദ്ദേശം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ സമീപിച്ചെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിച്ചു. ചുരുങ്ങിയ സമയത്തോടെ 25ലധികം കലാകാരന്മാരും 10ലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ 35 പേർ പങ്കെടുത്ത ആ സംഗീതാവിഷ്കരണ സംഘം അവതരിപ്പിച്ചു. വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘത്തിന്റെ 5 ദിവസത്തെ താമസം, ഭക്ഷണം, റിഹേഴ്സൽ തുടങ്ങിയ എല്ലാ ചിലവുകളും ഉൾപ്പെടുത്തി
8 ലക്ഷം രൂപ ചെലവായി നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഇടപാടാണ് രേഖകളായി ഉണ്ടായിരിക്കേണ്ടത്. തുക പോയത് ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന്റെ കാര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചു. ആ പരിപാടി നടത്തിയത് ഇഷാൻ ദേവിന്റെ പരിപാടിയാണ്. അതിലൊരു പിഴവ് മാത്രമാണെന്ന കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തേത് ഈ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയാണ്. അതിൽ പറയുന്നത് വളരെ പരിമിതമായ സമയത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടി ഏറ്റെടുത്തത്. എല്ലാ തലത്തിലും സൂക്ഷ്മതയോടെയും സത്യസന്ധതയോടെയും സംഘവും വിജയിപ്പിക്കാനാണ് ബോർഡ് ശ്രമിച്ചത്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച പരിചയവും കിഫ്ബി എംപാനൽ അംഗീകാരവുമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലെ കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെ ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചു. സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിൽ വൈകി വരുന്നത് പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ 2025-2026 ബജറ്റിലെ എക്സ്പെൻഡിച്ചർ ഹെഡ് 2G സപ്ലൈസ് ആൻഡ് കണ്ടിജൻസ് എന്ന ശീർഷകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട 5 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനായി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന കാര്യം. അതിൽ തന്നെ ഈ വരവ് ചെലവ് സ്പോൺസർഷിപ്പ് തുകയുടെ വരവ് ചെലവ് കണക്കുകളും ദേവസ്വം ബോർഡ് വിശദീകരണമായി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ, കേരള ബാങ്ക് GST ഉൾപ്പെടുത്തി 1 കോടി രൂപ, ഇതിന് പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലഭിച്ച 3 കോടി രൂപ 17/10/2025 ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. അതിലൂടെ അഡ്വാൻസായി നൽകിയ കോർപ്പസ് ഫണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രത്യേക അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ 1,74,40,912 രൂപ അവശേഷിക്കുന്നു. അതായത് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ എടുത്തിട്ടില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസേഴ്സിന്റെ തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് വിശദീകരണത്തിൽ പറയുന്ന കാര്യം. GK ഷഫീദ്, ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ പിഴവ് സംഭവിച്ചു എന്നാണോ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ജാമ്യമായി പറയുന്നത്? കാരണം അതല്ല, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലെ പിഴവിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പിഴവുകൾ ഉണ്ടായി, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ദേവസ്വം ബോർഡിന് പൂർണ്ണാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിൽ ഇവർ പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, നന്ദഗോവിന്ദ് ഭജൻസിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം രേഖാമൂലമുള്ള കാര്യങ്ങൾ അതിലുണ്ടായിട്ടില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്യാഷ് റിസീവിംഗ് സാധനങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇല്ല. ആ നന്ദഗോവിന്ദ് ഭജൻസ് നടപ്പാതെ വന്നപ്പോൾ ഇഷാൻ ദേവിനെ വെച്ച് പരിപാടി നടത്തി 8 ലക്ഷം രൂപ ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറയുന്നത് ഒരു പക്ഷേ വാസ്തവമായിരിക്കാം. രണ്ടാമത്തേത്, ഈ ഗസ്റ്റ് ഹൌസ് നവീകരണവുമായി ബന്ധപ്പെട്ട് അത് ജനറൽ മെയിൻ്റനൻസിന്റെ ഭാഗമായി നടത്തിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താമസവുമായി ബന്ധപ്പെട്ട് നടത്തിയല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തേത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെ ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചു. അത് സമയപരിധി ഉള്ളതുകൊണ്ടാണ് ബോർഡിന് ഇക്കാര്യം ഇത്തരം വലിയ ഇവന്റുകൾ നടത്തി പരിചയമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഈ സ്പോൺസർഷിപ്പ് തുകയുടെ കാര്യത്തിൽ വരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ തന്നെ സംശയങ്ങൾ ഉയർന്നതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അവർ പറയുന്നത് ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണ്. ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ, കേരള ബാങ്ക് GST ഉൾപ്പെടുത്തി 1 കോടി രൂപ, ഇതിന് പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലഭിച്ച 3 കോടി രൂപ 17/10/2025 ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. അതിലൂടെ അഡ്വാൻസായി നൽകിയ കോർപ്പസ് ഫണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡ് ഈ പരിപാടി നടത്തിപ്പിന് അഡ്വാൻസായി നൽകിയ ഫണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രത്യേക അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ 1,74,40,912 രൂപ അവശേഷിക്കുന്നു. ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ല എന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അതായത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നെടുത്തത് അഡ്വാൻസ് തുക മാത്രമാണ്. അത് കോർപ്പസ് എമൗണ്ടായി തന്നെ തിരിച്ച് അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജികളുടെ അടിസ്ഥാനത്തിൽ സംഘവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ മുമ്പാകെ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി സമർപ്പിച്ച എസ്റ്റിമേറ്റുകൾ, ഇൻവോയ്സുകൾ, ബില്ലുകൾ, കരാർ രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന് ഓഡിറ്റിനായി കൈമാറി. IIC സമർപ്പിച്ച ബില്ലുകളും ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള ചെലവുകളും ഉൾപ്പെടുത്തി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർ മുമ്പാകെ സമർപ്പിക്കുകയായിരുന്നു. ബോർഡ് യോഗം പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നതിനാൽ നന്ദഗോവിന്ദം ഭജൻ സംബന്ധിച്ച തെറ്റുകൾ പോലുള്ള ചില പൊരുത്തക്കേടുകൾ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. അതായത് നോട്ടക്കുറവിലെ പിശക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതായത് സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ട പശ്ചാത്തലത്തിൽ ഉണ്ടായ പിഴവുകൾ മാത്രമാണെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ദേവസ്വം ബോർഡിന്റെ മാത്രം വിശദീകരണമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളായിരുന്നു. അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ല എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്.
ആരൊക്കെയാണ് സ്പോൺസർമാർ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? എത്ര കോടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നിരിക്കുന്ന ചെലവ്? ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിൽ വരുത്തുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അത് പറയുന്നുണ്ട്. ആ വിശദീകരണമാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. അതായത് വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല എന്നുള്ള ഒരു ആമുഖത്തോടു കൂടിയാണ് ദേവസ്വം വകുപ്പിന്റെ വിശദീകരണം, സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ട വിശദീകരണം തുടങ്ങുന്നത് തന്നെ. അതിൽ പറയുന്നതാണ് ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണ്. അതിൽ GST ഒഴികെ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് തന്നു. GST ഉൾപ്പെടുത്തി 1 കോടി രൂപ കേരള ബാങ്ക് തന്നു. ഇതിന് പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് അല്പസമയം അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നു. എത്രയും വേഗം അദാനി ഗ്രൂപ്പ് ആ തുക ദേവസ്വം ബോർഡിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ ലഭിച്ചത് 3 കോടി രൂപയാണ്. ആ 3 കോടി രൂപ 17/10/2025 ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. അതിലൂടെ അഡ്വാൻസായി നൽകിയ കോർപ്പസ് ഫണ്ട് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. പ്രത്യേക അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ 1,74,40,912 രൂപ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അദാനി ഗ്രൂപ്പിന്റെ 1 കോടി രൂപ കിട്ടും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്ന കാര്യം. ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ലെന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ബൈറ്റിൽ ഇന്നലെ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നുള്ള നിലപാടിലാണ് ഉണ്ടായത്. അപ്പോഴാണ് അതിനിടയ്ക്ക് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദേവസ്വം സ്പോൺസർഷിപ്പ് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമം അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയിലേക്ക് ഇക്കാര്യം ഒരു വിശദ റിപ്പോർട്ടായി എത്തും. അതിനുശേഷം ഹൈക്കോടതി ആയിരിക്കും ഇക്കാര്യത്തിൽ എന്താണ് ശരിക്കും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് ഒരു വിശദീകരണം നൽകുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിശദമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.